ന്യൂസ് പ്ലസിലേക്ക് സ്വാഗതം. ഈ ചാനൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്ന പ്രധാനപ്പെട്ട ചില കൊലപാതക കേസുകൾ സംബന്ധിച്ച കൃത്യമായ വിവരണങ്ങൾ ആരംഭിക്കുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നടന്ന വിവിധ കൊലപാതകങ്ങളുടെ യഥാർത്ഥ ചിത്രം എന്തൊക്കെയാണ് സംഭവിച്ചത്, പോലീസ് എങ്ങനെയാണ് ഈ കൊലപാതകികളെ പിടികൂടിയത് എന്നുള്ള വിഷയങ്ങളാണ് ഈ ചാനലിൽ പുതിയ എപ്പിസോഡുകളായി അവതരിപ്പിക്കാൻ തുടങ്ങുന്നത്. തീർച്ചയായും അപസർപ്പക കഥകളെ വെല്ലുന്ന തരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. പോലീസിൻ്റെ കുറ്റാന്വേഷണ മികവ് എങ്ങനെയൊക്കെയാണ് കുറ്റവാളികളെ കണ്ടെത്താൻ സഹായിച്ചത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുകയാണ്. തീർച്ചയായും അത്തരം വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ, കൊലപാതകം നടന്ന രീതി എങ്ങനെയാണ്, അതിൻ്റെ പ്രതികളെ പോലീസ് എങ്ങനെയാണ് കണ്ടെത്തിയത്, അതിനുള്ളിലെ വസ്തുതകൾ എന്താണ്, കോടതി എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഫൈൻഡിങ്സ്, അതിൻ്റെ വിധി ആയിട്ടുണ്ടെങ്കിൽ, കൊലപാതകികൾക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിവരം എന്തൊക്കെയാണ് തുടങ്ങി ഒരു കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും സ്പർശിച്ചുകൊണ്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് 2019 കേരളത്തിൽ വളരെയധികം കോളിളക്കമുണ്ടാക്കിയ ഒരു കൊലപാതക കേസിൻ്റെ വിവരമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. കാരണം നമ്മൾ ഈ ക്രൈം ഫിലിം കാണുന്ന രീതിയിൽ തന്നെ ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിനെ ഞടുക്കാറുണ്ട്. ഈ കൊലപാതകം നടത്താൻ വേണ്ടി ചില മനുഷ്യർ കാണിക്കുന്ന ചില വ്യഗ്രതകളൊക്കെ തന്നെ അപഗ്രഥിച്ചു നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ ഉറക്കം രാത്രി വന്നു എന്ന് വരില്ല. ഈ കഥകളിലൊക്കെ തന്നെ മനുഷ്യൻ്റെ ആക്രമണ വാസന ഏതെല്ലാം തരത്തിൽ വരും, അതിനവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് 2019 ഈ കൊലപാതക സംഭവം നടന്നതിൻ്റെ നാൾ വഴികൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ഇത് സംഭവം തുടങ്ങുന്നത് 2019 ജൂലൈ 21 തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ എന്നൊരു സ്ഥലമുണ്ട്. ഇതിപ്പോൾ ഈ സ്ഥലം വളരെയധികം ഒരു ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിട്ടുണ്ട്. റിസോർട്ടുകൾ ധാരാളമുണ്ട്, അവിടെ നിരവധി സന്ദർശകർ വരുന്നുണ്ട്. കണ്ടൽ കാടുണ്ട്, അതുപോലെ കായൽ തീരവും കടൽ തീരവും ഒക്കെ ചേർന്ന മനോഹരമായ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് ഈ പൂവാർ. ഈ പൂവാറിലെ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പറഞ്ഞ 2019 ജൂലൈ 21 ഒരു മാൻ മിസ്സിംഗ് കേസ് സംഭവിച്ചതായി ഒരു പരാതി എത്തുന്നു. ഈ പരാതി നൽകിയ വ്യക്തി രാജൻ എന്നു പേരുള്ള ഒരു ചെറിയ ബേക്കറി നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം പൂവാർ സ്റ്റേഷനിലെത്തി പറഞ്ഞ പരാതി, തൻ്റെ മകൾ രാഗിമോൾ എറണാകുളത്ത് ഏഷ്യാനെറ്റ് കേബിൾ സർവീസിൽ വർക്ക് ചെയ്യുകയാണ്. അവിടെ വർക്ക് ചെയ്യുന്ന ഈ കുട്ടി ഒരു മാസമായി കാണാനില്ല. കൃത്യമായും അദ്ദേഹം എഴുതി കൊടുത്ത രേഖാമൂലമുള്ള പരാതിയിൽ ജൂൺ 21 മുതലാണ് കാണാതായത് എന്നുള്ളതാണ്. ജൂൺ 21 കാണാതായ തൻ്റെ മകളെക്കുറിച്ച് പിതാവ് പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എന്നുള്ളതാണ് ആദ്യത്തെ ഇതിലെ ദുരൂഹത. പക്ഷേ ഈ ദുരൂഹത ശരിക്കും പിന്നീട് പോലീസ് ഈ രാജനെ വ്യക്തമായ രീതിയിൽ ചില ചോദ്യം ചെയ്യലിലൂടെയും അതിനകത്ത് മറ്റ് കാരണങ്ങളൊന്നുമില്ല എന്ന് പോലീസ് കാണുക തന്നെ ഉണ്ടായി. ഈ രാജൻ കരുതിയിരുന്നത് മോള് എറണാകുളത്താണ്, അവിടെ വർക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ആണ് അവൾ സാധാരണ നിലയിൽ വീട്ടിൽ വിളിക്കുന്ന കുട്ടി, ചില തിരക്കുകൾക്കിടയിൽ വിളിക്കാറില്ല, ഇടയ്ക്ക് ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ആ മെസ്സേജുകളൊക്കെ തന്നെ വീട്ടുകാർ കാണുന്നുണ്ട്, രാജൻ കാണുന്നുണ്ട്. എന്നാൽ ഈ മെസ്സേജുകൾ കണ്ടിട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഈ രാഖി മോളുടെ ഫോൺ ബെല്ലടിക്കുന്നു, പക്ഷേ ആരും എടുക്കുന്നില്ല, പെട്ടെന്ന് കട്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം ആദ്യം പറയുന്നത്. ഇങ്ങനെ പറയുന്ന രാജൻ പോലീസ് സ്റ്റേഷനിലെത്താൻ എന്താണ് കാരണം? അതിനൊരു കാരണമുണ്ട്. അത് ഈ മെസ്സേജുകൾ കണ്ട് എന്താണ് സംഭവിച്ചത്, മകൾ വിളിച്ചിട്ടെടുക്കുന്നില്ല, മെസ്സേജുകൾ മാത്രം വരുന്നു. അതിൽ ഒരു മെസ്സേജ്
താൻ ഒരു ചെറുപ്പക്കാരനുമായിട്ട് വിവാഹം കഴിച്ചിരിക്കുന്നു. കൊല്ലം സ്വദേശിയാണ്, സുധീഷ് എന്നാണ് പേര്. വിവാഹം കഴിച്ചു എന്ന ഒരു മെസ്സേജ് കൂടി കണ്ടതോടുകൂടിയാണ് രാജന് എറണാകുളത്ത് നേരിട്ട് പോയി വിവരം അന്വേഷിക്കണം എന്ന് തോന്നിയത്. ഇടയ്ക്ക് വീട്ടിൽ ലീവിൽ വരുമ്പോഴൊക്കെ ഈ പെൺകുട്ടി രാഗിമോൾ അമ്മയോട് പറയാറുണ്ട്, എനിക്കൊരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹമുണ്ട്, ഇഷ്ടമാണ്, കല്യാണം കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. അമ്മ പറയും, തീർച്ചയായിട്ടും നിനക്ക് ഇഷ്ടമുള്ള ഒരാളിനെ കല്യാണം കഴിച്ചു തരാം, പക്ഷേ അവർ വെച്ചിരുന്ന 1-2 ഉപാധികൾ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളായിരിക്കണം. രാഗിമോൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓർക്കുക, രാജൻ എന്ന പേരും രാഗിമോൾ എന്ന പേരും കേട്ടാലും നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഈ പൂവാർ പ്രദേശത്ത്, തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകര പൂവാർ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരം പേരുകൾ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് കിട്ടാറുണ്ട്, എടുക്കാറുണ്ട്, കൊടുക്കാറുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരിക്കണം എന്ന് അമ്മ മകളോട് പലവട്ടം പറയാറുണ്ട്. അതിന് ഈ മകൾ മറുപടിയൊന്നും പറയാറില്ല. എന്തായാലും ഈ കുട്ടി മെസ്സേജുകൾ അയക്കുന്നതല്ലാതെ കാൾ അറ്റൻഡ് ചെയ്യാതായപ്പോഴാണ് രാജൻ ഒരു ബന്ധുവിനെയും കൂട്ടി എറണാകുളത്തെ ഏഷ്യാനെറ്റ് കേബിൾ വിഷനിലേക്ക് പോകുന്നത്. അവിടെ എത്തുമ്പോഴാണ് വാസ്തവം അറിയുന്നത്, ഈ പെൺകുട്ടി 1 മാസമായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇതോടുകൂടി രാജന് ഒരു കാര്യം ബോധ്യപ്പെട്ടു, എന്തോ തൻ്റെ മകൾക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഈ സുധീഷുമായി എവിടെയോ ഒളിച്ചോടിപ്പോയി, അത് വീട്ടുകാരറിഞ്ഞാൽ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് വീട്ടുകാരെ അറിയിക്കാതെ പോയതാണ്. പക്ഷേ 1 മാസമായിട്ടും ഒരു ഇൻഫർമേഷനും കിട്ടാത്ത രീതിയിൽ സംഭവിച്ചതുകൊണ്ട് പോലീസിനെ അറിയിക്കണം എന്ന് തന്നെ കരുതിയാണ് രാജൻ എത്തിയിരിക്കുന്നത്. വിശദമായി പോലീസ് ചോദിക്കുമ്പോൾ രാജൻ പറയുന്നത്, ജൂൺ 21 എന്ന് പറയുന്ന തീയതിയിൽ മകള് എറണാകുളത്തേക്ക് പോകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എൻ്റെ കടയിൽ വന്നു, കുറച്ച് ബേക്കറി സാധനം എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വേണം എന്ന് പറഞ്ഞു, ഞാൻ കൊടുക്കുകയും ചെയ്തു, അതുമായാണ് മോളും പോയത്. ഇത്രയും വിവരങ്ങൾ മാത്രമേ രാജനിൽ നിന്നും പോലീസ് കിട്ടുന്നുള്ളൂ. എന്തായാലും മാൻ മിസ്സിംഗ് എന്ന് പറയുന്ന വിഷയത്തിൽ പോലീസ് ആദ്യം FIR ഇടുന്നു. രാജൻ പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് FIR ഇടുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണം തുടങ്ങി. ആദ്യം പോലീസ് എന്താ ചെയ്യുന്നത്, സാധാരണ ഒരു മാൻ മിസ്സിംഗ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ആ വ്യക്തിയുടെ ഫോൺ നമ്പറിലേക്ക് പോലീസ് ബന്ധപ്പെടാൻ തുടങ്ങും. രാജൻ്റെ സാന്നിധ്യത്തിൽ തന്നെ പൂവാർ സബ് ഇൻസ്പെക്ടർ ആ ഫോൺ നമ്പറിലേക്ക് മകളുടെ രാഗിമോൾ മിസ്സിംഗ് ആയ കുട്ടിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ഫോൺ എടുക്കുന്നില്ല, ഫോൺ റിങ് ചെയ്യുന്നു, ആരും എടുക്കുന്നില്ല. അങ്ങനെ ആയപ്പോൾ പോലീസിന് സംശയം വർദ്ധിക്കുന്നു. കാരണം എന്തോ ദുരൂഹത ഇതിനകത്ത് സംഭവിച്ചു എന്ന് തന്നെയാണ് പോലീസും മനസ്സിലാക്കുന്നത്. പോലീസ് അപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യമായി ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സൈബർ പോലീസിൻ്റെ സഹായമാണ് പോലീസ് തേടുന്നത്. ഈ കുട്ടിയുടെ ഫോൺ ഇപ്പോൾ നിലവിലുണ്ടോ? 3 കാര്യം പ്രധാനമായിട്ടും പോലീസ് സൈബർ പോലീസിനോട് സാധാരണ നിലയിൽ ചോദിക്കും. ഇവിടെയും അതുതന്നെയാണ് ചോദിച്ചത്. ഈ ഫോൺ നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടവർ ലൊക്കേഷൻ എവിടെയാണ്? അവസാനം പോലീസ് നിശ്ചയമായും ചോദിക്കുന്ന ഒന്ന്, ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്നും അവസാനം ആർക്കാണ് കോൾ പോയത്, അവസാനം ആരുടെ കാളാണ് ഈ ഫോണിലേക്ക് വന്നത്? ഈ വിവരങ്ങൾ സൈബർ പോലീസിൽ നിന്നും പോലീസ് അന്വേഷിക്കുമ്പോൾ സൈബർ പോലീസ് വിവരം ഈ പൂവാർ പോലീസിന് കൊടുക്കുന്നു. 1 മാസമായി ഈ നമ്പർ ആക്റ്റീവ് തന്നെയാണ്. ഈ നമ്പർ ഇനാക്റ്റീവ് അല്ല, ആക്റ്റീവാണ്. ആരോ ഈ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ടവർ ലൊക്കേഷൻ കഴിഞ്ഞ 1 മാസമായി പല സ്ഥലങ്ങളിലായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ അത് ഗുരുവായൂരിലായിട്ട് കാണുന്നു, എറണാകുളത്താണെന്ന് കാണുന്നു, അതുപോലെ അമ്പൂരി എന്ന് പറയുന്ന ഈ തിരുവനന്തപുരം ജില്ലയിൽ പൂവാറിന് സമീപമുള്ള ഒരു പ്രദേശത്തും കാണുന്നുണ്ട്. പല സ്ഥലത്തും പല സമയങ്ങളിലാണ് ഈ ഫോൺ ആക്റ്റീവായതെന്ന് സൈബർ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നു. അപ്പോൾ പോലീസ് തീർച്ചയായിട്ടും ഈ മിസ്സിങ്ങിൻ്റെ അടുത്ത അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ സൈബർ പോലീസിനെ തന്നെ കുറച്ചുകൂടി ഈ ഡീപ്പായിട്ട് ഇതിനെക്കുറിച്ച് വിവരം തരാൻ ഈ പൂവാർ പോലീസ് ആവശ്യപ്പെടുന്നു. സൈബർ പോലീസ് കൊടുത്ത ഒരു വിവരം കൂടിയുണ്ട്. ഈ ഫോൺ ഈ മൊബൈലിൽ ഉപയോഗിച്ചിരുന്ന സിം കാർഡ് മാറ്റി മറ്റൊരു ഡിവൈസിലാണ് ഇട്ടിരിക്കുന്നത്. ഈ കുട്ടി മിസ്സായ ദിവസം സംഭവിച്ച കാര്യമാണ്.
അത് ഈ മിസ്സിംഗ് സംഭവിച്ച ഡേറ്റിൽ വൈകുന്നേരത്ത് 6 മണിയോടുകൂടി ഈ കുട്ടിയുടെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ വേറൊരു ഡിവൈസിലേക്ക്, വേറൊരു മൊബൈലിലേക്ക് മാറ്റിയിരിക്കുന്നു. പിന്നീട് ആ മൊബൈലിൽ നിന്നാണ് മെസ്സേജുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഈ ലൊക്കേഷനുകൾ പരിശോധിച്ചപ്പോൾ ആ ദിവസം രാത്രി വൈകുന്നേരം ഏകദേശം 6 മണി കഴിഞ്ഞതിന് ശേഷം അമ്പൂരി ഭാഗത്ത് കൂടുതൽ സമയം ഈ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജൂൺ 21 തീയതി രാത്രി 7 മണിക്കൊക്കെ തന്നെ ഈ ഫോൺ അമ്പൂരിയുടെ ഭാഗത്തുണ്ട്, പക്ഷേ അതിനുശേഷം സ്വിച്ച് ഓഫ് ചെയ്തതുമായി കാണുന്നു. എന്നാൽ ഈ സൈബർ പോലീസ് കൊടുത്ത മറ്റൊരു വിവരം, ഈ മൊബൈലിൽ കൂടുതലായി കാൾ പോയിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തി അഖിൽ എന്നു പേരുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പോലീസിൻ്റെ ഈ അന്വേഷണത്തിൽ നിന്നും ഈ വിവരം ലഭിച്ചതോടുകൂടി അഖിൽ ആരാണ് എന്നുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നു. അപ്പോൾ ശരിക്കും അഖിൽ മോൾ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോലീസ് എത്തുന്നു. വീട്ടുകാരൊക്കെ ആയിട്ട് ഒന്നുകൂടി പോലീസ് വിഷയം അനലൈസ് ചെയ്യുമ്പോൾ അവർ പറയുന്ന കാമുകൻ്റെ പേര് അഖിൽ എന്ന ഒരു പേര് അവർ പറയുന്നേയില്ല. അഖിൽ മോൾ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് മറ്റൊരു പേരാണ്, സുധീഷ്. മെസ്സേജ് വന്നതും സുധീഷ് എന്നാണ്. അഖിൽ എന്ന ഒരു പേര് പറയുന്നേ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമതായി പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കുന്നത് അഖിൽ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റി തന്നെയാണ്. അടുത്ത നടപടി അഖിൽ ആരാണ്? അന്വേഷണം നീങ്ങുന്നത് ഈ സമീപത്തുള്ള നെയ്യാറ്റിൻകരയ്ക്ക് സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് അന്വേഷണം എത്തുന്നു. അഖിൽ എന്നു പേരുള്ള ഒരു പട്ടാളക്കാരൻ്റെ വീടാണത്. അയാൾ അവിവാഹിതനാണ്. അയാൾ ഇപ്പോൾ ലഡാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അയാൾ ഈ കുട്ടിയെ പലവട്ടം വിളിച്ചിട്ടുണ്ട്. അയാൾ ലീവിലാണ്. അതുകൊണ്ട് തന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം പോലീസിന് ചോദ്യം ചെയ്യേണ്ട അനിവാര്യത ഉണ്ടായിരിക്കുന്നു. പോലീസ് അഖിലിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അഖിലിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അഖിൽ അങ്ങേയറ്റം പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അഖിൽ യാതൊരു കാരണത്തിലും ഈ വിഷയത്തിൽ താൻ ഇൻവോൾവ്ഡ് അല്ല എന്നും തനിക്ക് ഈ പെൺകുട്ടിയെ രാഖി മോളിനെ വളരെ നാളുകളായിട്ട് അറിയാമെന്നും ഞങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലായിരുന്നു എന്നും പക്ഷേ കഴിഞ്ഞ 1 മാസത്തിലേറെയായി തനിക്ക് അഖിൽ മോളുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നും എന്താണ് ആ കുട്ടിക്ക് സംഭവിച്ചത് എന്ന് തനിക്കും മനസ്സിലാകുന്നില്ല എന്നാണ് അഖിൽ കൈമലർത്തി കാണിച്ചത്. പക്ഷേ പോലീസ് നമ്മളൊക്കെ കരുതുന്നത് പോലെ ഒരാൾ കൊടുക്കുന്ന ആദ്യ സ്റ്റേറ്റ്മെൻറ്റിൽ പോലീസ് അങ്ങനെ ഒരു വിശ്വാസമൊന്നും അർപ്പിക്കാറില്ല. തുടർന്ന് എന്താണ് അടുത്ത നടപടി എന്ന് പോലീസ് ആലോചിക്കും. അഖിലിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എങ്ങനെ കിട്ടും, ഇല്ലെങ്കിൽ അഖിലിനേക്ക് എത്തുന്നതിന് വേണ്ടി എന്തൊക്കെ മറ്റ് കാര്യങ്ങൾ പോലീസ് സംഘടിപ്പിക്കണം എന്നതിനെക്കുറിച്ച് പോലീസിന് വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ടാകും. തുടർന്നാണ് വീണ്ടും ഈ പോലീസ് സംഘം നെയ്യാറ്റിൻകരയ്ക്ക് സമീപമുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പുറപ്പെടുന്നത്. നെയ്യാറ്റിൻകരയ്ക്ക് സമീപം ഈ പറയുന്ന ദിവസം ഈ CCTVയിൽ ഈ പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യം പോലീസിന് കിട്ടുന്നു. നെയ്യാറ്റിൻകര KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും കുട്ടി ഇറങ്ങി അതിൻ്റെ പിൻവശത്തോടുകൂടി നടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് പോലീസിന് കിട്ടുന്നത്. തുടർന്ന് പോലീസിൻ്റെ അടുത്ത ഒരു വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ഈ നെയ്യാറ്റിൻകര ഭാഗത്ത് എവിടെയെങ്കിലും ഈ പുതിയ ഒരു മൊബൈൽ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണം നടത്തുമ്പോൾ പോലീസിന് കിട്ടിയ ഒരു വിവരം, അവിടെ നിന്ന് ഒരു വ്യക്തി ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ട്. പേര് ആദർശ് എന്നാണ്. ഈ ആദർശ് വാങ്ങിയ മൊബൈൽ ഫോണിലേക്ക് ശരിക്കും ഈ അഖിൽ മോളുടെ സിം ഉപയോഗിച്ചിട്ട് വിളിച്ചതായിരിക്കാൻ സാധ്യത എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അത് ആദർശ് തന്നെയാണ് ഇത് വാങ്ങിയത് എന്ന് പോലീസ് സംശയിക്കാൻ ഒരു കാര്യം, അഖിൽ എന്ന് പറയുന്ന ആളിൻ്റെ സുഹൃത്ത് കൂടിയാണ് ഈ ആദർശ്. വളരെ അടുത്ത സുഹൃത്താണ് ഈ ആദർശ് എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് ആദർശിനെ പൊക്കിയാൽ പോലീസിന് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പോലീസ് ആ വഴിക്കും നീങ്ങുന്നു.
ആദർശ് ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ആദ്യമൊക്കെ പിടിച്ച് നിന്നെങ്കിലും പിന്നീട് ആദർശിൻ്റെ കൈവിട്ടു എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ മുന്നിൽ പിടിച്ച് നിൽക്കാനുള്ള ആത്മനിയന്ത്രണം ഒക്കെ തന്നെ കൈമോശം വന്നു. തുടർന്ന് ആദർശ് സത്യം പറയാൻ തുടങ്ങുകയാണ്. ആ സത്യത്തിൻ്റെ നാൾ വഴി എന്താണ് എന്നുള്ളതാണ് നമുക്ക് ഇനി മനസ്സിലാക്കാനുള്ളത്. അത് ചുരുക്കത്തിൽ ഞാൻ പറയാം. അത് ഇതാണ്. നിങ്ങളൊക്കെ തന്നെ നമ്മൾ സാധാരണ പ്രണയബന്ധങ്ങൾ ആരംഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കലും ഇണയുടെ എന്ന് പറഞ്ഞാൽ കാമുകിയാണെങ്കിൽ കാമുകൻ്റെയോ കാമുകൻ കാമുകിയുടെയോ പ്രായമോ അല്ലെങ്കിൽ ജാതിയോ മറ്റ് സാമ്പത്തിക ചുറ്റുപാടുകളോ ഒന്നും ആദ്യം പഠിച്ചിട്ടല്ല പ്രണയിക്കാൻ തുടങ്ങുന്നത്. പ്രണയം സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നടന്നതും സ്വാഭാവികമായ ഒരു പ്രണയം തന്നെയാണ്. അത് സംഭവിച്ചത് ഒരു ഫേസ്ബുക്ക് വഴിയുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ ആണ് ഈ പ്രണയം ആരംഭിക്കുന്നത്. അഖിൽ എന്ന വ്യക്തിയും ഈ രാഗി മോൾ എന്ന് പറയുന്ന പെൺകുട്ടിയും തമ്മിലുള്ള ബന്ധം ഈ ഒരു മിസ്ഡ് കാളിൽ ആരംഭിക്കുന്നു. ഫേസ്ബുക്ക് വഴിയുള്ള അവർ തമ്മിൽ ചാറ്റിംഗ് ആരംഭിക്കുന്നു, പ്രണയമാകുന്നു, ദൃഢമായ പ്രണയം ആരംഭിക്കുന്നു. എറണാകുളത്ത് ഈ അഖിൽ ലീവിന് വരുമ്പോഴൊക്കെ വരുന്നു, പെൺകുട്ടിയെ കാണുന്നു, അവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു, എല്ലാ അർത്ഥത്തിലുമുള്ള ബന്ധം ആരംഭിക്കുന്നു. ഇങ്ങനെ ബന്ധം ശക്തമായപ്പോൾ എറണാകുളത്ത് ഈ ശിവക്ഷേത്രത്തിൽ വെച്ച് അവർ തമ്മിൽ ആരുമറിയാതെ താലി കെട്ടുകയും ചെയ്യുന്നു. വിവാഹം കഴിക്കുകയും വിവാഹത്തിന് ശേഷം ആരുമറിയാതെ അവർ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ തന്നെ പിന്നീടുള്ള ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവരുടെ ഈ പ്രണയബന്ധവും പിന്നീട് ആരുമറിയാതുള്ള ദാമ്പത്യ ബന്ധവും തുടരുന്ന ഇടയിൽ രാഖി മോൾക്ക് ഈ ഫേസ്ബുക്കിൽ നിന്നും ഒരു ഫോട്ടോ കിട്ടുന്നു. അത് അപ്ലോഡ് ചെയ്തത് അഖിൽ തന്നെയാണ്. താൻ കാമുകനായി കൊണ്ടു നടന്നു, ഇപ്പോൾ ഭർത്താവായി കൂടെ കൂട്ടിയ ഈ മനുഷ്യൻ്റെ ഫോണിൽ നിന്നാണ് അത് കിട്ടുന്നത്. അത് ഈ അഖിലിന് മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹബന്ധം ഉറപ്പിച്ചിരിക്കുന്നു, നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. ആ വിവാഹ നിശ്ചയത്തിൻ്റെ ഫോട്ടോയാണ് ഫേസ്ബുക്കിൽ ഉണ്ടായത്. ഇത് കണ്ടാൽ സ്വാഭാവികമായും കാമുകിയായും പിന്നീട് ഭാര്യയായും തന്നെ നിലനിൽക്കുന്ന ഒരു പെൺകുട്ടി സഹിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഉടൻ രാഗി പൊട്ടിത്തെറിക്കുന്ന നിലയിലേക്ക് എത്തി. അവൾ അഖിലിനെ വിളിക്കുന്നു. അഖിൽ അനുനയിപ്പിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. അഖിൽ പറഞ്ഞ കാരണമാണ് നിങ്ങൾ കേൾക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ഈ രാഗി മോൾക്ക് 30 വയസ്സാണ് പ്രായം. ഇവരെ പ്രണയം തുടങ്ങുമ്പോഴേ 30 വയസ്സുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരനായ അഖിലിന് 23 വയസ്സേ ഉള്ളൂ. അവൻ ഈ രാഗി മോളോട് ഫോണിൽ പറഞ്ഞത് നമ്മുടെ പ്രായ വ്യത്യാസം വീട്ടുകാർ അംഗീകരിക്കില്ല എന്ന് തീർച്ചപ്പെട്ടപ്പോഴാണ് ഞാൻ വേറൊരു വിവാഹത്തിന് സമ്മതിച്ചത്. ഈ വേറൊരു സ്ത്രീ എന്ന് പറയുന്ന വിവാഹത്തിന് സമ്മതിച്ച സ്ത്രീയും യഥാർത്ഥത്തിൽ അഖിലിൻ്റെ മറ്റൊരു കാമുകിയായിരുന്നു, മറ്റൊരു ഇര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കാമുകിയുമായിട്ടുള്ള ബന്ധം അഖിലിൻ്റെ വീട്ടുകാർക്ക് നന്നായി അറിയാമായിരുന്നു. അവർ ആ വിവാഹം നടത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വിവാഹ നിശ്ചയം മുമ്പോട്ട് കൊണ്ടുപോയത്. പക്ഷേ ഇവിടെ രാഗിമോൾ സമ്മതിക്കില്ലല്ലോ, നമുക്ക് സ്വാഭാവികമായും അറിയാം. ഈ രാഗിമോൾ ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ലെന്നും നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയുടെ വീട്ടിൽ പോയി തെളിവുകൾ നിരത്തി ഞാൻ നിങ്ങളെക്കുറിച്ച് വിവരം കൊടുക്കുമെന്നും രാഗിമോൾ ഈ അഖിലിനെ ഭീഷണിപ്പെടുത്തുന്നു. അഖിൽ അത് ശരിക്കും ഉൾക്കൊണ്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സ്വാഭാവികമായും വെറുതെ പെൺകുട്ടികൾ പറയുന്നതാണ് എന്ന് കരുതി അഖിൽ വീണ്ടും ഇവളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ രാഗിമോൾ സമ്മതിക്കുന്നില്ല. അടുത്ത ദിവസം തന്നെ എറണാകുളത്ത് നിന്നും ലീവ് എടുത്ത് രാഗിമോൾ ഈ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്നു. അവളെ മൊബൈലിൽ ഈ വ്യക്തിയുമായും അഖിലുമായിട്ടുള്ള എടുത്ത ഫോട്ടോകൾ, ചാറ്റിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു. വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു അഖിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പൂർവ്വ കാമുകിയുണ്ട്, ഭാര്യയെപ്പോലെ കഴിഞ്ഞിരുന്നു എന്ന് വ്യക്തമായതോടുകൂടി അവർ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ ആദ്യം തീരുമാനിക്കുന്നു. ആ വിവരം അഖിലിൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നു. സ്വാഭാവികമായും അഖിൽ ഇതറിയുമല്ലോ. അഖിൽ ഈ വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഈ ജോലി സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിച്ച അഖിൽ ലീവ് നീട്ടുന്നു, അവിടെ തന്നെ നിൽക്കുന്നു, നാട്ടിൽ തന്നെ നിൽക്കുന്നു. പക്ഷേ പരിഹാരം എങ്ങനെയാണ്? അഖിലിന് ഒരു സഹോദരനുണ്ട്, നേരത്തെ പറഞ്ഞ ഈ ഒരു സുഹൃത്തും ഉണ്ട്.
ഈ സുഹൃത്തുക്കളുമായി അവർ ഒരു ഗൂഢാലോചനയിൽ തന്നെ ഏർപ്പെട്ടു. എങ്ങനെയാണ്? ഈ രാഖി മോൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള വിവാഹം നടക്കില്ല, ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി തരില്ല, ഇനി അവൾ ഇല്ലാതാകുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം എന്ന് 3 പേരും കൂടി പരസ്പര ചർച്ചയിൽ തീരുമാനിച്ച് രാഖി മോളെ വകവരുത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ ആണ് രാഖി മോളെ എറണാകുളത്ത് നിന്നും അവർ വിളിച്ചു വരുത്തുന്നത്. അവരെന്ന് പറഞ്ഞാൽ അഖിൽ തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. നീ വരൂ, മറ്റ് വിവാഹം ഞാൻ വേണ്ട എന്ന് വെച്ചു, ഞാനൊരു പുതിയ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വിവാഹം കഴിച്ച് നമുക്ക് അവിടെ താമസിക്കാം, നീ വരൂ, ഞാൻ ആ വീടും നിനക്ക് കാണിച്ചു തരാം, പഴയ പ്രശ്നങ്ങളെല്ലാം മറന്നു കളയൂ, എനിക്ക് നീ മാത്രം മതി എന്ന പഞ്ചാര വാക്കുകൾ എല്ലാം പറഞ്ഞ് ഈ രാഖി മോളെ എറണാകുളത്ത് നിന്നും ഈ അഖിൽ എന്ന് പറയുന്ന കാമുകൻ വിളിച്ചു വരുത്തുന്നു. ആ പെൺകുട്ടി വരുന്നു, വീട്ടിലെത്തുന്നു. വീട്ടിൽ നിന്നും 2 ദിവസം നിന്നതിന് ശേഷം ആ കുട്ടി അച്ഛൻ്റെ കടയിൽ പോയി എറണാകുളത്തേക്കുള്ള ബേക്കറി സാധനങ്ങൾ എന്ന മട്ടിൽ കുറേ ബേക്കറി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നെയ്യാറ്റിൻകരയിലേക്ക് പോകുന്നു. എറണാകുളത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് നെയ്യാറ്റിൻകരയിലേക്ക് വണ്ടി കയറുന്നത്. അവിടെ എത്തി, അവിടെ ഈ സമീപത്ത് നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഒരു കാറിൽ ഈ അഖിലിൻ്റെ സഹോദരനും കൂട്ടുകാരനും കാത്തു നിൽക്കുന്നു. അവിടെ ഈ കാറിൽ പോയി പെൺകുട്ടി കയറുമ്പോൾ അഖിൽ ആ വണ്ടിക്കകത്ത് ഇല്ല. അഖിൽ എവിടെ എന്ന് അന്വേഷിക്കുമ്പോൾ അഖിൽ ഇപ്പോൾ തൊട്ട് താഴെ നിൽപ്പുണ്ട്, ചില സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുന്നു. അവൻ ഇതിൽ കയറിക്കോളും, രാഖി മോൾ കയറിക്കോളൂ എന്ന് പറഞ്ഞു ബാക്ക് സീറ്റിലേക്ക് കയറ്റുന്നു. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിൽ ഒരു പെശകുള്ളത്, അഖിലിൻ്റെ സഹോദരൻ മാത്രമേ ആ കാറിൽ അപ്പോൾ ഉണ്ടായിരുന്നു. ആദർശ് എന്ന് പറയുന്ന ഫ്രണ്ട് ആ കാറിൽ ഇല്ലായിരുന്നു. അപ്പോൾ ശരിക്കും അഖിലിൻ്റെ സഹോദരനാണല്ലോ എന്ന് കരുതി ഈ രാഖി മോൾ ആ കാറിൽ കയറുന്നു. കാറ് കുറച്ച് ദൂരം പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ അഖിൽ നിൽപ്പുണ്ട്. അഖിലും കൂടി കാറിൻ്റെ പിൻ സീറ്റിൽ കയറുന്നു. അപ്പോൾ പിൻ സീറ്റിൽ ഇരിക്കുന്നത് രാഖി മോളും അഖിലുമാണ്. മുൻ സീറ്റിൽ അഖിലിൻ്റെ സഹോദരനും ഉണ്ട്. ഈ സഹോദരൻ ഈ വിവരങ്ങളെല്ലാം അറിയുന്ന വ്യക്തിയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത വ്യക്തിയുമാണ്. ഈ പോകുന്ന വഴിക്ക് അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് രാഖി മോൾ ഈ കല്യാണത്തിന് സമ്മതിക്കണം, വീട്ടുകാർ ഈ രാഖി മോളുമായിട്ടുള്ള അഖിലിൻ്റെ വിവാഹത്തും അനുവദിക്കില്ല, അതുകൊണ്ട് പിന്മാറണം എന്ന് ഈ സഹോദരനും അഖിലും വീണ്ടും ഒരിക്കൽ കൂടി രാഖി മോളോട് അഭ്യർത്ഥിക്കുന്നു. രാഖി മോൾ അത് തള്ളിക്കളയുന്നു. കാറിനകത്ത് വെച്ച് തന്നെ അവരുടെ ഈ കശപിശ വർദ്ധിക്കുന്നു. തുടർന്ന് സ്വാഭാവികമായും മനസ്സിൽ തീരുമാനിച്ചത് പ്രകാരം തന്നെ ഈ രാഖി മോളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ചുകൊണ്ട് കാറിനകത്ത് ശ്വാസം മുട്ടിച്ച് ആ പെൺകുട്ടിയെ ഈ അഖിൽ തന്നെ കൊലപ്പെടുത്തുകയാണ്. മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി കാറിൻ്റെ സീറ്റ് ബെൽറ്റ് കൂടി ഇട്ട് കഴുത്ത് മുറുക്കിയിട്ടാണ് ഈ കൊലപാതകം അയാൾ പൂർത്തിയാക്കുന്നത്. കാറ് നേരെ ഈ അഖിൽ വെക്കുന്ന പുതിയ വീടായ അമ്പൂരിയിലേക്ക് പോകുന്നു. ആ വീട്ടിൽ എത്തി അവിടെ നിൽക്കുന്നുണ്ട് ആദർശ് എന്ന് പറയുന്ന ഇവരുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അയാൾ നേരത്തെ അവിടെ എത്തി തന്നെ നിൽപ്പുണ്ട്. ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി എടുക്കുന്നു, കൊണ്ടുപോയി ആ വീടിൻ്റെ പിൻവശത്ത് ഇവർ മുൻകൂട്ടി ഒരു കുഴി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഒരാളെ അടക്കം ചെയ്യാൻ തക്ക പാകത്തിലുള്ള ഒരു കുഴി. വളരെ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ലാത്ത ഒരു സ്ഥലത്താണ്. അവിടെയാണ് ഈ വീട് വെക്കുന്നതും അവിടെയാണ് ഈ കുഴി എടുത്തിട്ടിരിക്കുന്നതും. അവിടെ ഈ പെൺകുട്ടിയുടെ വസ്ത്രങ്ങളും ബാക്കി ബാഗും എല്ലാം മാറ്റി പെൺകുട്ടിയെ ഈ കുഴിക്കകത്ത് ഇടുന്നു. സ്വാഭാവികമായും കൊലപാതകം നടത്തുന്ന വ്യക്തികൾക്ക് ഈ ഡെഡ് ബോഡി പെട്ടെന്ന് ചീഞ്ഞു പോകുന്നത് എങ്ങനെ എന്നുള്ളത് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടി ഇവർ 5 കിലോയിൽ ഉൾപ്പെടെയുള്ള ഉപ്പ് കൂടി കൊണ്ടുപോയിരുന്നു കാറിൻ്റെ ഡിക്കിയിൽ. ആ ഉപ്പ് ഈ പെൺകുട്ടിയുടെ ഡെഡ് ബോഡി, നഗ്നമായ ഡെഡ് ബോഡിയിലേക്ക് തട്ടി കുഴി മൂടുന്നു. കുഴി മൂടി കഴിഞ്ഞിട്ട് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ആ കുഴിയുടെ മുകളിൽ ഒരു ചെടിയും നടന്നു. ഒറ്റ നോട്ടത്തിൽ ചെടി നടുന്നതിന് വേണ്ടി എടുത്തു എന്ന് തോന്നിപ്പിക്കത്തക്ക രീതിയിലാണ് അത് തയ്യാറാക്കിയിരുന്നത്. അങ്ങനെ അവർ വീണ്ടും 3 പേരും കൂടി കാറിൽ കയറുന്നു. തിരിച്ചു പോകുന്ന വഴി ഈ പെൺകുട്ടിയുടെ ഓരോ സാധനങ്ങളും, പെൺകുട്ടിയുടെ ഡ്രസ്സ്, പെൺകുട്ടിയുടെ ചെരുപ്പ്, പെൺകുട്ടിയുടെ ബാഗ് തുടങ്ങിയതൊക്കെ തന്നെ പല സ്ഥലത്തായിട്ട് ഇവർ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം ഈ അഖിൽ നേരെ
ഈ കാറിൽ വീട്ടിലെത്തുന്നു. അഖിലിൻ്റെ ബ്രദറും ആദർശ് എന്ന് പറയുന്ന സുഹൃത്തും കൂടി ഗുരുവായൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. ഗുരുവായൂരിലേക്ക് പോകുമ്പോഴത്തേക്കും അവരുടെ കയ്യിൽ ഈ മൊബൈൽ ഉണ്ട്. ഡിവൈസ് മാറ്റി സിമ്മ് മാറ്റിയ മൊബൈലുണ്ട്. പല സ്ഥലങ്ങളിലായിട്ട് നിന്ന് അവർ ഈ മെസ്സേജുകൾ വീട്ടിലേക്ക് അയക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞതുപോലെ താൻ വേറൊരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അയക്കുന്ന മെസ്സേജൊക്കെ എവരാണ് അയച്ചു കൊണ്ടിരുന്നത്. സുധീഷിൻ്റെ കൂടെയുള്ള വിവാഹത്തിനെ സംബന്ധിച്ചിട്ടുള്ള മെസ്സേജൊക്കെ വീട്ടിൽ വന്നത് ഇവർ പോകുന്ന വഴിക്ക് ചെയ്ത തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ്. പല സ്ഥലത്തും പെൺകുട്ടി എത്തി എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ഈ രാഖിമോളുടെ വീട്ടിലേക്ക് ഈ അയച്ച മെസ്സേജുകൾ എല്ലാം. 2 ദിവസം അവർ ഗുരുവായൂരിൽ തങ്ങിയിട്ട് അവർ തിരിച്ചു പോകുന്നു. അഖിൽ വീട്ടിലെത്തിയിട്ട് ചെയ്തത് യാതൊരു തെളിവുകളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി കാറ് മുഴുവൻ വാഷ് ചെയ്ത് ക്ലീനാക്കി അയാൾ മിടുക്കനായി അങ്ങ് മാറുകയാണ് ചെയ്തത്. ഇത് മുഴുവൻ തന്നെ ആദർശ് പോലീസിനോട് ശരിക്കും പോലീസിൻ്റെ ചോദ്യം ചെയ്തതിൽ കൃത്യമായും പറഞ്ഞു കൊടുത്തു. പോലീസ് ഇയാളുടെ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ വീട്, ഈ ഡെഡ് ബോഡി കുഴിച്ചിട്ട വീട്ടിലെത്തുന്നു. പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, ഡെഡ് ബോഡി എടുക്കുന്നു, പരിശോധിക്കുന്നു. ശരിക്കും ഈ പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് മെഡിക്കൽ റിപ്പോർട്ട് പിന്നീട് പോലീസിന് കിട്ടുകയും ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ പോലീസ് അവസാന ഈ രീതിയിൽ 3 പേരെ പ്രതി ചേർത്തുകൊണ്ട്, അഖിൽ 1-ാം പ്രതി, അഖിലിൻ്റെ സഹോദരൻ 2-ാം പ്രതി, ആദർശ് 3-ാം പ്രതി, 3 പേരെയും ചേർത്തുകൊണ്ട് തന്നെയാണ് പോലീസ് കുറ്റാരോപണ ഇത് തയ്യാറാക്കുന്നത്, പെറ്റീഷൻസ് തയ്യാറാക്കുന്നത്, റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് നീങ്ങുമ്പോൾ മറ്റ് ഒരു വിവരം പോലീസിന് അവസാനമായി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ വീട്ടിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഈ കുഴി എടുക്കുമ്പോൾ ഒരു പ്രായം ചെന്ന വ്യക്തി, അഖിലിൻ്റെ അച്ഛനൊക്കെ ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് ഒരു അയൽക്കാരൻ്റെ മൊഴി പോലീസിന് കിട്ടുകയാണ്. പോലീസ് അത് വെച്ചുകൊണ്ട് നീങ്ങുമ്പോഴാണ് പോലീസിന് കൃത്യമായ വിവരം കിട്ടുന്നത്. ശരിക്കും ഈ അഖിലിൻ്റെ കുടുംബത്തിന്, അച്ഛൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നുള്ളത് മനസ്സിലാകുന്നു. അതായത് മകൻ്റെ നിശ്ചയിക്കപ്പെട്ട വിവാഹം മുടക്കുന്നതിന് വേണ്ടി മറ്റൊരു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അവളെ വകവരുത്തിയേ പറ്റൂ എന്ന ഈ മക്കളുടെയും സുഹൃത്തിൻ്റെയും തീരുമാനം ഈ അച്ഛൻ്റെ കൂടി അറിവോടുകൂടി ആയിരുന്നു. അച്ഛനും ഇതിന് പങ്കാളിയാവുകയാണ് ചെയ്തത്. അപ്പോൾ അച്ഛൻ്റെ അറിവിൽ തന്നെ മക്കൾ തീരുമാനമെടുക്കുന്നു. ഈ ഡെഡ് ബോഡി അച്ഛൻ്റെ സാമീപ്യമില്ലാതെ, അച്ഛൻ വീട്ടിലായിരുന്നപ്പോൾ ഈ 2 സഹോദരങ്ങളും സുഹൃത്തുക്കളോടും ചേർന്ന് ഈ ഡെഡ് ബോഡി കുഴിച്ചു മൂടുകയാണ് ചെയ്തത്. പോലീസ് അത്തരത്തിലുള്ള വ്യക്തമായ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുത്തു, ചാർജ് ചെയ്തു, കേസ് വന്നു. കേസിൽ വ്യക്തമായ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ 2023 സെഷൻസ് കോടതി ഇവർക്ക് ജീവപര്യന്തം ഈ 3 പേർക്കും വിധിച്ചത്. ഇതാണ് ഈ കേസിൻ്റെ നാൾവഴി. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും എവിടെയെങ്കിലും ഒരു തെളിവ് ഈ കുറ്റം ചെയ്യുന്നവർ അവശേഷിപ്പിക്കുക തന്നെ ചെയ്യും. അടുത്ത കാലത്ത് നിങ്ങളെല്ലാം ഊഹിക്കുന്നത് പോലെ ഈ പോലീസിൻ്റെ സൈബർ വിഭാഗം നടത്തുന്ന ഒരു സേവനമുണ്ട്. അത് വളരെ മഹത്തരമായ സേവനമാണ്. ഒരു കുറ്റവാളി ചെയ്യുന്ന കൃത്യത്തിന് അതിന് നാളുകൾക്ക് മുമ്പും ശേഷവുമുള്ള അയാളെ നീക്കങ്ങൾ പോലീസ് കൃത്യമായും മനസ്സിലാക്കുന്നത് സൈബർ വിങ് നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതെങ്കിലും മൊബൈൽ ടവർ ലൊക്കേഷനിൽ ഈ കുറ്റവാളി ഉണ്ട് എന്നുള്ളതും, ഏതെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ എവിടെ അവസാനം ഉണ്ടായിരുന്നു എന്നുള്ളതെല്ലാം കൂടി ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ കൃത്യമായ കുറ്റവാളിയിലേക്ക് തന്നെ പോലീസിൻ്റെ കണ്ണുകൾ ചെന്നെത്തും. അവനെ പിടികൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത്. പട്ടാളക്കാരനായ അഖിൽ അതിൻ്റെ അടിസ്ഥാനത്തിലേക്ക് നല്ല ധൈര്യം സംഭരിച്ചുകൊണ്ട് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലൊക്കെ പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. പക്ഷേ അതൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് പോലീസ് കൃത്യമായും എത്തേണ്ട സ്ഥലത്തെത്തി കൃത്യമായും കണ്ടെത്തേണ്ട ആളുകളെ കണ്ടെത്തുക തന്നെ
ചെയ്തു. ഒരു പാവം പെൺകുട്ടി പ്രണയത്തിൻ്റെ പേരിൽ, കാമുകനെ വിശ്വസിച്ചതിൻ്റെ പേരിൽ ഈ സംസ്ഥാനത്ത് കൊല്ലപ്പെടുന്നത് ആദ്യ സംഭവമൊന്നും അല്ല. പക്ഷേ ഇപ്പോഴും ഈ സംഭവങ്ങൾ നടന്നാലും നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം. പെൺകുട്ടികളെ ആവശ്യത്തിന് വേണ്ടി മാത്രം ജാതി നോക്കാതെ, അവരെ സാമ്പത്തിക സ്ഥിതി നോക്കാതെ, പ്രായം നോക്കാതെ പ്രണയം നടിച്ച് കൂടെ കൊണ്ട് നടന്ന് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് വലിച്ചെറിയുന്ന കാമുകന്മാരും നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. ഇതെല്ലാം നടന്നാലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ ഇപ്പോഴും ഈ പഞ്ചാര വാക്കുകളിലും പഞ്ചാര പ്രണയങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളത് സങ്കടകരം അല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്തായാലും ഈ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഈ ക്രൈം സ്റ്റോറീസ് മുഴുവൻ ഈ ചാനലിൽ ഒന്നിന് പിന്നാലെ ഒന്നായി വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.